പൂനെയിലെ കേതൻ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കേതന്റെ വിഗ്ഗാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി സിയ ഗോയലിന്റെ മൊഴി. വിഗ് വെച്ചയാൾക്കൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് കൊലപ്പെടുത്തിയതെന്നാണ് സിയയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ വിഗിന്റെ കാര്യം നേരത്തെ അറിയിച്ചിരുന്നതായി കേതന്റെ കുടുംബം വ്യക്തമാക്കി. കേതനെ കൊന്നില്ലെങ്കിൽ സിയ ആത്മഹത്യ ചെയ്യുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്തതായി സുഹൃത്ത് ചേതനും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. YS അഭിനന്ദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിനന്ദ്, ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിയയെ സംബന്ധിച്ച് പല മൊഴികളും നൽകുന്നുണ്ടല്ലേ? ഇപ്പോ നേരത്തെ മറ്റൊരു മൊഴിയുണ്ടായിരുന്നു എന്നല്ലേ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് കുടുംബത്തിന്റെ അഭിമാനം സൂക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്നുള്ള പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പ്രശ്നം എന്താണ്? വിഗോ റോഷ്നി, രാജ്യമാകെ ഞെട്ടിയ കൊടും ക്രൂരതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂനെയിൽ നിന്ന് പുറത്തു വന്നത്. ലോഡ്ഹ കോട്ടയിൽ 400 അടി താഴ്ചയിലേക്കാണ് പ്രതിശ്രുതവരനായിട്ടുള്ള കേതൻ അഗർവാൾ എന്ന ബിസിനസ്സുകാരനെ പ്രതിശ്രുത വധു സിയയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത്. അത് അങ്ങേറ്റം ഞെട്ടലോടുകൂടിയാണ് രാജ്യം ഒന്നാകെ കേട്ടതും വലിയ ചർച്ചകൾക്ക് അത് വഴിവെക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന കുറച്ചുകൂടി വിവരങ്ങൾ പുറത്ത് വരുന്നത്. അന്വേഷണ സംഘം തന്നെയാണത് പുറത്ത് വിടുകയും ചെയ്യുന്നത്. സിയ അഗർവാൾ പറയുന്നത് ഇങ്ങനെയാണ്: വിഗുള്ള ഒരാളിനൊപ്പം തനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, തലമുടിയില്ലാത്ത ഒരാളിനൊപ്പം താൻ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ആ വിഗ് വെച്ച കാര്യം നേരത്തെ തന്നെ ഡിസംബർ മാസത്തിൽ വിവാഹ ആലോചന ഉണ്ടായ സമയത്ത് തന്നെ പറഞ്ഞതായാണ് കേതന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്തിന് സിയയും കുടുംബവും വിവാഹത്തിന് തങ്ങളെ നിർബന്ധിച്ചു എന്നാണ് മാതാപിതാക്കൾ ചോദിക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് ഉച്ചയോട് ശേഷം അടുത്ത മൊഴിയിലെ വൈരുദ്ധ്യവും സിയയുടെ ഭാഗത്തു നിന്നും വരികയാണ്. വീട്ടുകാരുടെ നേരിട്ട് നോ പറഞ്ഞാൽ അത് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് കൊലപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റൊരു സംശയവും തോന്നാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക എന്നതാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് സിയ രണ്ടാമത് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെ മൊഴിയിലെ വ്യാപക പൊരുത്തക്കേടുകളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയായി വരികയും ചെയ്യുന്നത്. കാമുകൻ ചേതന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ചേതൻ പറയുന്നത് ഇപ്രകാരമാണ്: വലിയ മാനസിക സമ്മർദ്ദമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ സിയയുടെ ഭാഗത്തു നിന്നും തനിക്കുണ്ടായത്. വലിയ മാനസിക സമ്മർദ്ദം അത് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ നേരിട്ട് ഫോൺ വിളിച്ചു പറയുന്നു, ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. ഇതൊക്കെ കണ്ട് മനം നൊന്ത് ഒടുവിൽ സിയയ്ക്കൊപ്പം കൊലപാതകത്തിലേക്ക് പോവുകയായിരുന്നു, കൊല ചെയ്യാൻ പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ചേതൻ തന്നെയാണ് 400 അടി താഴ്ചയിലേക്ക് കേതനെ തള്ളിയിട്ടതെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. തെളിവെടുപ്പിനായി അവിടെ എത്തിച്ചപ്പോൾ കൃത്യമായി തന്നെ അത് ചേതൻ വിശദീകരിക്കുകയും ചെയ്തു. ചേതൻ കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സിയ കൃത്യമായി കുറ്റം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, മൊഴിയിലെ വ്യാപക പൊരുത്തക്കേടുകൾ, വൈരുദ്ധ്യം, അതൊക്കെ അന്വേഷണ സംഘം വീണ്ടും ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നു. കേതന്റെ കുടുംബം പറയുന്നത് വധശിക്ഷ അല്ലാതെ മറ്റൊന്നും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകരുത് മഹാരാഷ്ട്ര സർക്കാർ എന്ന് ആവർത്തിക്കുകയാണ് കേതന്റെ അമ്മ. ഒപ്പം സിയുടെ മാതാപിതാക്കളും സമാനമായ നിലപാട് സ്വീകരിക്കുന്നു. മകൾ കുറ്റക്കാരി എന്ന് തെളിയുന്ന ആ നിമിഷം എങ്ങനെയാണോ 400 അടി താഴ്ചയിലേക്ക് കേതനെ കൊലപ്പെടുത്തിയത്, അതുപോലെ തന്നെ മകളെയും കൊല ചെയ്തോളൂ എന്നാണ് അവർ പറയുകയും ചെയ്താലും വലിയ ഒരു സംഭവമായി ഓരോ ദിവസവും അതിന്റെ അപ്ഡേറ്റുകൾ വരുമ്പോൾ പൂനെ കേതൻ കൊലപാതകം മാറുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. തീർച്ചയായും ഈ സിയ നൽകുന്ന മൊഴികൾ എത്രത്തോളം സത്യാവസ്ഥയുള്ളതാണ് എന്നുള്ളതൊക്കെ ചോദ്യമാണ്. പക്ഷെ അപ്പോഴും വർഷങ്ങളോളം പ്രണയിച്ച ഒരാളുടെ തലയിലെ വിഗ്ഗാണോ ഏറ്റവും ഒടുക്കം അയാളെ കൊല്ലുന്നതിലേക്ക് നയിച്ചത്? നമ്മളേറെ ഞെട്ടലോടുകൂടിയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹം.